ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന ആപ്ലിക്കേഷൻ്റെ വിഡ്രോൾ പേജാണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും, നിങ്ങൾക്ക് ഏൺ ചെയ്യുന്ന എമൗണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ UPI വിഡ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ആമസോൺ ഗിഫ്റ്റ് കാർഡ് എടുക്കാം, അതുപോലെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് എടുക്കാം, ഫ്ലിപ്കാർട്ടിൻ്റെ വൗച്ചർ എടുക്കാം. ഓക്കെ, ഇങ്ങനെ ഒരുപാട് വിഡ്രോൽ ഓപ്ഷൻസ് ഇതിലുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ കോയിൻസ് സെൽഫായിട്ടും റെഫർ ചെയ്തിട്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. സെൽഫായിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാസ്ക് കാര്യങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ വരുന്നുണ്ട്. ആ ഒരു സിമ്പിൾ ടാസ്കുകൾ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് കോയിൻസ് ഏൺ ചെയ്യാം. അതുപോലെ റെഫർ ചെയ്താലും നല്ല ഏണിങ്സ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സെയിൻ ബോണസ് ആയിട്ട് ഒരു 400 കോയിൻസും ഈ ഒരു ആപ്ലിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ പറഞ്ഞുതരാം. നേരെ ഇതിൻ്റെ വീഡിയോയിലോട്ട് പോകാം. സോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ പുതിയ നല്ല ആപ്ലിക്കേഷൻസ് ഒന്നും ലോഞ്ച് ആവുന്നില്ല. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസ് കറക്റ്റായിട്ട് ഇടാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ല ആപ്ലിക്കേഷൻസ് ലൂട്ടൊക്കെ വരുമ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു ആപ്ലിക്കേഷൻ ആണല്ലോ, നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യം പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾ മനസ്സിലാവും. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനായിട്ട് മറക്കേണ്ട. അപ്പോൾ കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, നേരെ വീഡിയോയിലോട്ട് പോകാം. സോ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പേര് ഗെയിം സെൻറ്റർ എന്നാണ്. ഈ കാണുന്നതാണ് ആപ്ലിക്കേഷൻ. അപ്പം ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവിടെ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ സൈൻ ഇൻ ചെയ്യാനുള്ള ഇൻ്റർഫേസ് വരും. സോ ഇവിടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ജസ്റ്റ് ഒന്ന് അക്സെപ്റ്റ് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഗൂഗിൾ അക്കൗണ്ട് വെച്ച് ഒന്ന് സൈൻ ഇൻ ചെയ്യുക. അപ്പോൾ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ആപ്ലിക്കേഷൻ ഹോം പേജിലോട്ട് നിങ്ങൾ ഇതുപോലെ വരുന്നതായിരിക്കും. സോ നിങ്ങൾക്ക് കാണാനായിട്ട് കുറച്ച് ഗെയിംസ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഈ ഗെയിംസ് ഒക്കെ കളിച്ചിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. സോ മുകളിലായിട്ട് നോക്കാൻ എൻ്റെ 400 കോയിൻസ് എൻ്റെ ഉണ്ട്. അപ്പോൾ അതിൽ കോയിൻസിൻ്റെ വാല്യൂ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 100 കോയിൻസിൻ്റെ വാല്യൂ 1 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് സെയിൻ ബോണസ് ആയിട്ട് 4 രൂപ നിങ്ങൾക്ക് ഇതിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ക്യാഷ് ഔട്ട് സെക്ഷനിൽ പോയാൽ നമുക്ക് വിഡ്രോൾ കാര്യങ്ങളൂടെ കാണാം. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ഇതിൽ എങ്ങനെയാണ് നമുക്ക് കോയിൻസ് ഏൺ ചെയ്യുക, സെൽഫായിട്ടുള്ള ഏണിംഗ് ഓപ്ഷൻസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഗെയിംസ് എന്ന് പറഞ്ഞ സെക്ഷനിലുള്ള ഏണിംഗ് മെത്തേഡ്സ് നോക്കാം. അപ്പോൾ ആദ്യം ഇവിടെ നോക്കാമല്ലോ, മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഗെയിംസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഗെയിംസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 കോയിൻസ് ഒരു മിനിറ്റിൽ 5 കോയിൻസ് വെച്ച് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, അത് നമ്മൾ ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു ഗെയിം കളിച്ചാൽ മാത്രം മതി. സിമ്പിളായിട്ട് നിങ്ങൾക്ക് കോയിൻസ് ഏൺ ചെയ്യാം. അപ്പോൾ ഇവിടെ നോക്കാനുള്ള ഒരു ബോട്ടിൽ ഷോട്ട്, ചെസ് മാസ്റ്റർ, അങ്ങനെയൊക്കെ ഒരു ഗെയിമാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഗെയിം എടുക്കുകയാണ്. അപ്പോൾ എടുക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഗെയിം ജസ്റ്റ് ലോഡായി വന്നു. അപ്പോൾ ഗെയിം ലോഡായിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ ഒരു ഗെയിം കളിക്കുക. ഓരോ മിനിറ്റിൽ നമുക്ക് 5 കോയിൻസ് വെച്ച് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഗെയിം കളിച്ചിട്ട് കോയിൻസ് ഏൺ ചെയ്യുമ്പോൾ നോക്കാൻ കാണാം. ജസ്റ്റ് ഗെയിം കളിച്ച് കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും ചിലപ്പോൾ ഈ ഗെയിം ഈ ഒരു ബോട്ടിൽ നമ്മളിങ്ങനെ പൊട്ടിക്കാണ് വേണ്ടത്. അപ്പോൾ അത്രേ ഉള്ളൂ സംഭവം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇങ്ങനെ പൊട്ടിക്കുക. ഓക്കെ, സോ ഇത്രയുള്ള നമ്മൾ കറക്റ്റായിട്ട് ചെയ്യാതെ അതൊന്നും നോക്കേണ്ട കാര്യമില്ല. നമ്മൾ ഓരോ മിനിറ്റ് കളിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന് കോയിൻസ് കിട്ടും. അപ്പോൾ എനിക്ക് ഞാൻ ഫുള്ള് കളിച്ച് കാണിച്ച് തരുന്നില്ല. ഓക്കെ, അപ്പോൾ മുകളിലായിട്ട് കണ്ടില്ലേ, ഇപ്പോൾ ക്ലെയിം എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ വന്നിട്ടുണ്ടെന്ന് കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ക്ലെയിമിൽ ക്ലിക്ക് ചെയ്യുക. ക്ലെയിമിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ആ ഒരു കോയിൻസ് ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്ന് തന്നെ ചാൻസ് ഓവറായി എന്നാണ് അവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണെന്ന് അറിയില്ല സംഭവം. അപ്പോൾ അങ്ങനെയാണ് നിങ്ങൾക്ക് അതിൽ ഏൺ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ അടുത്തായിട്ട് ഇവിടെ വേറെ ഉണ്ട്. ഇവിടെ ഒരുപാട് ഗെയിംസ് തന്നെയാണ് ഇവിടെ വരുന്നത്. നിങ്ങൾക്ക് കാണാം സബ്വേ സർഫ്, അങ്ങനെ ഓരോ ഗെയിംസാണ് വരുന്നത്. അതുപോലെ ചലഞ്ചസ് ഉണ്ട്. അതായത് 10,000 സ്കോർ നമ്മൾ ഇതിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 20 കോയിൻസ് വെച്ചിട്ടും. ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളുണ്ടാവും. നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യുക. മെയിൻ ആയിട്ടുള്ള ഏണിംഗ് ഓപ്ഷൻസ് വരുന്നത് ഈ ഒരു റിവാർഡ്സ് എന്ന സെക്ഷനിലാണ്. അപ്പോൾ ഇവിടെ ആയിരുന്നു കാണാൻ പറ്റും പ്ലേ ടൈം ഗെയിംസ്. ഓക്കെ, സോ ഇത് ഒരുപാട് ആപ്ലിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഈ ഒരു പ്ലേ ടൈം എന്ന് പറയുന്ന ഒരു ഓഫർ വാൾ അല്ലെങ്കിൽ ആ ഒരു സംഭവം. ഓക്കെ, സോ അതിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ പെർമിഷൻ കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് അലോ ചെയ്യണം. അക്സെപ്റ്റ് ചെയ്തിട്ട് ഈ ഒരു സംഭവം യൂസേജ് ആക്സസ് ജസ്റ്റ് ഒന്ന് അലോ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ബാക്ക് വരിക. അപ്പോൾ കാണാൻ പറ്റും ആ ഒരു സംഭവം, അതായത് ഓപ്പണായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആയിട്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഓരോ മിനിറ്റിലും നമുക്ക് കോയിൻസ് ഏൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ ഉണ്ട് ഇവിടെ, ബജാജ് ഫിൻസർ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ യൂസ് ചെയ്യാനായിട്ട് പറയുന്നത്. അപ്പോൾ ഓരോ മിനിറ്റ് നമുക്ക് 8 കോയിൻസ് വെച്ചാണ് ഇവിടെ കിട്ടുന്നത്. പിന്നെ 9 കോയിൻസ് അങ്ങനെയൊക്കെ വെച്ച് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, പക്ഷേ ഒരു പ്ലേ നവൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് പിന്നെ ബാക്ക് വന്നതിന് ശേഷം ഇവിടെ നിന്ന് വീണ്ടും പ്ലേ നവൽ ക്ലിക്ക് ചെയ്തിട്ട് അപ്പോൾ നേരെ ആപ്പ് ഓപ്പൺ ആവും. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ജസ്റ്റ് യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ഒരു കോയിൻസ് നിങ്ങൾക്ക് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ സിമ്പിളാണ്, നല്ലൊരു പരിപാടിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അതിലുള്ള ഫുൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ആദ്യം തന്നെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കോയിൻസ് കൂടുതലൊക്കെ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്തായാലും അത് ചെയ്യുക. കോയിൻസ് മാക്സിമം ഇതിൽ നിന്ന് ഏൺ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, ജസ്റ്റ് ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചാൽ മതി. ഓക്കെ, സോ അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ അടുത്തായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഫ്യൂച്ചേർഡ് ടാസ്ക് എന്നുണ്ട്. സോ ഇവിടെ ഫ്യൂച്ചർ ടാസ്കിൽ വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സർവീസ്, ഓഫർ വാൾ അങ്ങനത്തെയൊക്കെയാണ് വരുന്നത്. അതായത് ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ആപ്സ് പ്രൈസസ് ആണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അക്സെപ്റ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആപ്സൊക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതുപോലെ തന്നെ നേരത്തെ കണ്ട പോലെ തന്നെ ഒരു മിനിറ്റ് യൂസ് ചെയ്ത് 5 കോയിൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ മാക്സിമം നിങ്ങൾക്ക് ലൂട്ട് ചെയ്യുക. പിന്നെ സർവേ ടാസ്ക്സ് ഉണ്ട്. സർവീസ് ആണ് അവിടെ വരുന്നത്. അപ്പോൾ ആ ഒരു സർവീസ് ലുക്കിംഗ് ഫോർ സർവീസ് ഉണ്ട്. അപ്പോൾ കാണാൻ പറ്റും സർവീസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ സർവീസ് കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. ഓക്കെ, പിന്നെ ഓഫർ വാൾ ടാസ്ക്സ് ഉണ്ട്. അപ്പോൾ അതിലും ഓക്കെ ഇങ്ങനെ തന്നെയാണ് ഈ ഒരു സംഭവം, ഓഫേഴ്സ് തന്നെ വരും. അപ്പോൾ ആ ഒരു ഓഫേഴ്സ് കണ്ടില്ലേ, ഇതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. ഓക്കെ, പിന്നെ വരുന്നത് ഇവിടെ ടൈം വാൾ, ഇങ്ങനെ ഒരുപാട് ഓഫർ വാൾസ് തന്നെയാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഇതിലൊക്കെ ഒരുപാട് ഓഫേഴ്സ് ഉണ്ട്. അതൊക്കെ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുക, കോയിൻസ് ഏൺ ചെയ്യുക. മറ്റെല്ലാ ആപ്ലിക്കേഷൻസിലും ഉള്ള പോലെ തന്നെയാണ്. ഓക്കെ,
അപ്പോൾ പിന്നെ ഒരു സർവീസ് ആണെന്നുണ്ടെങ്കിലും ബിറ്റ് ലാബ്സിൻ്റെ സർവേ അതുപോലെ CPX റിസർച്ച് എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ സർവേ ആണ് വരുന്നത്. അപ്പോൾ സർവീസ് കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, താഴെ വരുന്നതാണെങ്കിൽ ഇവിടെ ലക്കി വീലുണ്ട്. ജസ്റ്റ് സ്പിന്നിൽ ക്ലിക്ക് ചെയ്തെങ്കിൽ അതിന് നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് എൻ്റർ ചെയ്യാൻ പറയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ക്ലോസ് ചെയ്ത് വീണ്ടും സ്പിന്നിൽ ക്ലിക്ക് ചെയ്യാൻ കാണാൻ പറ്റും. 5000 കോയിൻസ് കൊടുത്തിട്ടാണ് സ്പിൻ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, 5000 കോയിൻസ് കൊടുത്ത് സ്പിൻ ചെയ്യാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇതെങ്കിൽ ആമസോൺ ഗിഫ്റ്റ് കാർഡ് ഇതൊക്കെ കിട്ടും. ഓക്കെ, ഫ്ലിപ്കാർട്ടിൻ്റെ ഗിഫ്റ്റ് കാർഡ് അതുപോലെ ഗൂഗിൾ പേ റെഡീം കോഡ് കിട്ടും. പക്ഷേ 5000 കോയിൻസിൻ്റെ വാല്യൂ 50 രൂപയാണ്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ പക്ഷേ ഇതിൽ 25 രൂപയുടെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ചില ഭാഗ്യമുണ്ടെങ്കിൽ 75 രൂപ വരെയും കിട്ടും, അല്ലാതെങ്കിൽ 25 രൂപ കിട്ടും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെയാണ് സംഭവം വരുന്നത്. പിന്നെ ഫ്ലിപ്പ് ദ കാർഡ് എന്ന് പറയുന്ന സംഭവമുണ്ട്. അപ്പോൾ ഇതിന് 1000 കോയിൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്ലിപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മളിൽ ബാലൻസ് ഇല്ല. പിന്നെ റിവാർഡ് വീഡിയോ ഉണ്ട്, അതായത് നമുക്ക് ആഡ്സ് വാച്ച് ചെയ്തിട്ട് കോയിൻസ് ഗെയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് വരുന്നത്. പിന്നെ റെഡീം ഗിഫ്റ്റ് വൗച്ചർ എന്ന് പറയുമ്പോൾ ഇതിൽ ഓക്കെ ഇവരുടെ ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ ഇൻസ്റ്റയിലൊക്കെ ആയിരിക്കും ഇവിടെ ഗിഫ്റ്റ് വൗച്ചർ ഇടുന്നത്. അപ്പോൾ അതിവിടെ ക്ലെയിം ചെയ്യാൻ നിങ്ങൾക്ക് അങ്ങനെ കോയിൻസ് ഗെയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സെൽഫ് ഫീഡിങ് ഓപ്ഷൻസ് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് വിഡ്രോയിൽ നോക്കാം. അപ്പോൾ അതിനുമായിട്ട് നമുക്ക് ഇൻവൈറ്റ് ചെയ്ത് ഏൺ ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻ ഉണ്ടായി നമുക്ക് നോക്കാം. അവിടെ ആയിട്ട് ഇൻവൈറ്റ് ചെയ്യേണ്ട ആണെന്നുണ്ട്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പെർ റെഫർ കിട്ടുന്നത് 250 കോയിൻസാണ്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ റെഫർ ചെയ്യുന്ന ഫ്രണ്ട് ഇതിൽ പ്ലേ ടൈം എന്ന് പറയുന്നിടത്ത് നിന്ന് ഒരു 250 കോയിൻസ് അവർ ഏൺ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഞാൻ നിങ്ങളെ റെഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലേ ടൈമിൽ പോയിട്ട് ഒരു 250 കോയിൻസ് അതിൽ നിന്ന് ഏൺ ചെയ്യുമ്പോൾ എനിക്ക് 250 കോയിൻസ് കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സംഭവം വരുന്നത്. ഇവിടെ റഫർ ലിങ്ക് ഉണ്ട്. അപ്പോൾ ഈ ലിങ്ക് ഉപയോഗിച്ച് ഫ്രണ്ട്സിനെ റഫർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് സൈൻ ബോണസ് ആയിട്ട് 400 കോയിൻസ് കിട്ടും. സോ നിങ്ങൾ മസ്റ്റായിട്ട് താഴെ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് 400 കോയിൻസ് കിട്ടുള്ളൂ. ഓക്കെ, സോ അങ്ങനെയാണ് സംഭവം വരുന്നത്. ഇനി നമുക്ക് വിഡ്രോ നോക്കാം. വിഡ്രോ ചെയ്യാനായിട്ട് ക്യാഷ് ഔട്ടിൽ ക്ലിക്ക് ചെയ്യാം. അപ്പം നമുക്ക് UPIയിലോട്ട് ആദ്യം നോക്കാം. UPIയിലോട്ട് ആണെന്നുണ്ടെങ്കിൽ മിനിമം വിഡ്രോ വരുന്നത് 50 രൂപയാണ്. ഓക്കെ, അതാണ് കുറച്ച് സീനായിട്ടുള്ളത്. 5000 കോയിൻസ് ഉണ്ടെങ്കിൽ 50 രൂപ വിഡ്രോ ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ അത് മാറ്റങ്ങൾ വരുത്താം, ചിലപ്പോൾ കുറച്ചുകൂടി കുറക്കാം. ഓക്കെ, ഇപ്പോൾ കറൻറ്റ്ലി 5000 കോയിൻസ് വേണം. 5000 കോയിൻസ് ഉണ്ടെങ്കിലാണ് UPIയിലോട്ട് വിഡ്രോയിൽ വരുന്നത്. ഇവിടെ UPID 5000 കോയിൻസ് ആകുമ്പോൾ ഇവിടെ UPID എൻ്റർ ചെയ്ത് കൊടുക്കുക, വിഡ്രോ കൊടുക്കുക. ഓക്കെ, അപ്പോൾ പേയ്മെൻറ്റ് ആയാലും പക്കയാണ്. 24 ഹവേഴ്സിനുള്ളിൽ പേയ്മെൻറ്റ് കിട്ടും. ഓക്കെ, പിന്നെ നമുക്ക് ആമസോൺ പേയിലോട്ടാണെന്നുണ്ടെങ്കിൽ 1000 കോയിൻസ് ഉണ്ടെങ്കിൽ 10 രൂപ വിഡ്രോ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ ഗിഫ്റ്റ് ആയാലോട്ട് ആണെങ്കിലും അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ആയാലോട്ട് എക്സ്ചേഞ്ച് ഒക്കെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കോയിൻസ് അല്ലെങ്കിൽ ക്യാഷ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ ഗൂഗിൾ പ്ലേ ഗിഫ്റ്റ് കാർഡ് ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെയാണ്. ഓക്കെ, 1000 കോയിൻസിൽ 10 രൂപ വിഡ്രോ ചെയ്യാം. മിനിമം ആണ് ഞാൻ പറയുന്നത്. പക്ഷേ ഫ്ലിപ്കാർട്ടിനാണെന്നുണ്ടെങ്കിൽ 100 രൂപയാണ് മിനിമം വിഡ്രോയിൽ വരുന്നത്. ഓക്കെ, സോ അങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഓപ്ഷൻസ് ഒന്നും ഇല്ല ഇതിൽ. ഏണിംഗ് ഓപ്ഷൻസ് ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഇത്രയേ ഉള്ളൂ ഒരു ആപ്ലിക്കേഷൻ പറ്റി പറയാനായിട്ട്. നല്ലൊരു ആപ്ലിക്കേഷനാണ്, എല്ലാവരും മസ്റ്റായിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വേറെ ഒന്നുമില്ല, നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.